فمن يعمل مثقال ذرة خيرا يره അണു അളവ് നന്മ ചെയ്തിട്ടുള്ളവൻ അതവിടെ കാണും. ഇതിന് രണ്ടർത്ഥമാവാം. ഒന്ന്, അവരുടെ കർമ്മങ്ങൾ അവർക്ക് കാട്ടിക്കൊടുക്കും. അതായത് ഓരോരുത്തരെയും ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുത്തും. രണ്ട്, അവർക്ക് അവരുടെ കർമ്മഫലങ്ങൾ കാട്ടിക്കൊടുക്കും. അല്ലാഹു പറഞ്ഞത് അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലം കാണിക്കപ്പെടാൻ എന്നല്ല, അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ എന്നാണ്. അതിന് ഒന്നാമത്തെ അർത്ഥം തന്നെയാണ് മുൻഗണനയർഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പലയിടത്തും കാഫിറുകൾക്കും മുഅ്മിനുകൾക്കും സദ്വൃത്തനും ദുർവൃത്തനും ആജ്ഞാനുവർത്തിക്കും ധിക്കാരിക്കുമെല്ലാം അവരുടെ കർമ്മപുസ്തകങ്ങൾ കൊടുക്കും എന്ന് പ്രസ്താവിച്ചിട്ടുള്ളതിനാൽ വിശേഷിച്ചും. ഉദാഹരണമായി സൂറ അൽ ഹാഖ 19-25, അൽ ഇൻഷിഖാഖ് 7-10 എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക. ഒരുവന് അവന്റെ കർമ്മപുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും അവന്റെ കർമ്മപുസ്തകം ഏൽപ്പിച്ചു കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതിനു പുറമെ ഭൂമി അതിനു മീതെ നടന്ന സംഭവങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ ആദ്യം മുതൽ അന്ത്യനാൾ വരെ നടന്നുവരുന്ന സത്യാസത്യ സംഘട്ടനത്തിന്റെ സമ്പൂർണ്ണ ചിത്രവും എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞുവരും. സത്യത്തിനു വേണ്ടി നിലകൊണ്ടവർ ചെയ്തിരുന്നതെന്താണെന്നും അതിനെതിരിൽ മിഥ്യയെ പിന്തുണച്ചിരുന്നവരുടെ ചെയ്തികൾ എന്തൊക്കെയായിരുന്നുവെന്നും സകലർക്കും കാണാൻ കഴിയും. സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരുടെയും ദുർമാർഗം പ്രചരിപ്പിക്കുന്നവരുടെയും പ്രസംഗങ്ങളും സംവാദങ്ങളുമെല്ലാം ആളുകൾ സ്വന്തം ചെവികൾ കൊണ്ട് കേട്ടുകൂടായികയില്ല. രണ്ടു പക്ഷത്തിന്റെയും പ്രഭാഷണങ്ങളുടെയും സാഹിത്യങ്ങളുടെയും രേഖകൾ മുഴുക്കെ അതേപടി സർവരുടെയും സമക്ഷം നിരത്തിവെക്കപ്പെടും. ومن يعمل مثقال ذرة شرا يره അണു അളവ് തിന്മ ചെയ്തിട്ടുള്ളവൻ അതും കാണും. ഈ വാക്യത്തിന്റെ ഒരു സാധാരണ അർത്ഥമിതാണ്: മനുഷ്യന്റെ നന്മയിൽ നിന്നോ തിന്മയിൽ നിന്നോ ഒരണുമണി തൂക്കം പോലും അവന്റെ കർമ്മപുസ്തകത്തിൽ ചേർക്കപ്പെടാതെ ഒഴിഞ്ഞു പോവുകയില്ല. അവന്റെ കർമ്മങ്ങളെല്ലാം ഏതു നിലയ്ക്കും അവൻ കണ്ടെത്തുന്നതാണ്. പക്ഷെ കാണുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം അതിന്റെ രക്ഷാശിക്ഷകൾ കാണുക എന്നാണെന്ന് വെക്കുകയാണെങ്കിൽ അതിനെ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നത് അബദ്ധമാകുന്നു. പരലോകത്ത് ഓരോരോ നിസ്സാര നന്മയ്ക്കും പ്രതിഫലവും അതിനിസ്സാരമായ ഓരോ തിന്മയ്ക്കും ശിക്ഷയും ഓരോരുത്തരും കണ്ടെത്തും. അവരവരുടെ ഏതു നന്മയുടെയും രക്ഷയും ഏതു തിന്മയുടെയും ശിക്ഷയും അനുഭവിക്കാതെ അവിടെ ആരും രക്ഷപ്പെടില്ല. ഒന്നാമതായി അതിനർത്ഥമിതായിരിക്കും: ഓരോരോ ദുഷ്കർമ്മത്തിന്റെയും ശിക്ഷയും ഓരോരോ സൽക്കർമ്മത്തിന്റെയും രക്ഷയും വേറെ വേറെയായിട്ടാണ് നൽകപ്പെടുക. രണ്ടാമതായി അതിനെങ്ങനെയും അർത്ഥമുണ്ടാകുന്നു: ഒരു മഹാസുഹൃതിയായ സത്യവിശ്വാസി പോലും അദ്ദേഹത്തിന്റെ അതിനിസ്സാരമായ കുറ്റത്തിന്റെ ശിക്ഷയനുഭവിക്കാതെ രക്ഷപ്പെടുകയില്ല. അതിദുഷ്ടനും സത്യനിഷേധിയും അക്രമിയും ദുർവൃത്തനുമായ ഒരാൾ പോലും അയാളുടെ ഏതെങ്കിലും നിസ്സാരമായ നന്മയുടെ പ്രതിഫലം നേടാതെ പോവുകയുമില്ല. ഈ രണ്ടാശയങ്ങളും ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകുന്നു. ഇത് നീതിയുടെ താൽപര്യമാണെന്ന് ബുദ്ധിയും അംഗീകരിക്കുന്നില്ല. ബുദ്ധിപരമായി ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ഒരു ദാസൻ, അയാൾ തികഞ്ഞ കൂറും സേവന സന്നദ്ധതയുമുള്ളവനാണ്. എന്നാലും നിങ്ങൾ അയാളുടെ അതിനിസ്സാരമായ വീഴ്ച പോലും പൊറത്തു കൊടുത്തൂടെന്നും അയാളുടെ ഓരോ സേവനത്തിനും പ്രതിഫലവും സമ്മാനവും നൽകുന്നതോടൊപ്പം തന്നെ വീഴ്ചകൾ ഓരോന്നും എണ്ണിത്തിട്ടപ്പെടുത്തി ഓരോന്നിനും ശിക്ഷ കൂടി നൽകിയേ പറ്റൂ എന്നുമുള്ള ആശയം എങ്ങനെയാണ് ഉൾക്കൊള്ളാനാവുക? അതേപ്രകാരം നിങ്ങൾ എണ്ണമറ്റ ഔദാര്യങ്ങൾ ചെയ്ത് പോറ്റു വളർത്തിയ ഒരാൾ, അയാൾ നിങ്ങളോട് വഞ്ചനയും കൂറില്ലായ്മയും കാണിക്കുന്നു. നിങ്ങളുടെ ഔദാര്യങ്ങളോട് എപ്പോഴും നന്ദികേടോടെ മാത്രം പ്രതികരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുവന്റെ മൊത്തം നിലപാട് അവഗണിച്ചുകൊണ്ട് അയാളുടെ ഓരോ കുറ്റത്തിനും വേറെ വേറെ ശിക്ഷയും അയാളുടെ ഓരോ സേവനത്തിനും വേറെ വേറെ പ്രതിഫലവും നൽകുക എന്നതും മനസ്സിലാക്കാനാവാത്ത കാര്യമാണ്. ഇവിടെയാകട്ടെ ഖുർആനും ഹദീസും വിശ്വാസി, കപടൻ, സത്യനിഷേധി, സച്ചരിതനായ വിശ്വാസി, കുറ്റവാളിയായ വിശ്വാസി, അക്രമിയായ വിശ്വാസി, തെമ്മാടി, വെറും അവിശ്വാസി, നാശകാരിയും ദുഷ്ടനുമായ അവിശ്വാസി എന്നിങ്ങനെ വിവിധ തരം ആളുകൾക്കുള്ള രക്ഷാശിക്ഷകളുടെ വിശദമായ നിയമം പറയുകയാണ്. ഈ രക്ഷാശിക്ഷകൾ ഇഹലോകം മുതൽ പരലോകം വരെയുള്ള മനുഷ്യജീവിതത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാകുന്നു. ഈ വിഷയകമായി വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ സ്പഷ്ടമായി പ്രസ്താവിക്കുന്നുണ്ട്. ഒന്ന്, സത്യനിഷേധിയുടെയും ബഹുദൈവാരാധകന്റെയും കപടവിശ്വാസിയുടെയും നന്മയെന്ന് കരുതപ്പെടുന്ന കർമ്മങ്ങൾ പാഴായിപ്പോകുന്നതാണ്.
പരലോകത്ത് അവർക്കതിന് പ്രതിഫലം ലഭിക്കുകയില്ല. അതിന് വല്ല പ്രതിഫലവുമുണ്ടെങ്കിൽ അത് ഇഹലോകത്ത് വെച്ച് തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് സൂറ അൽ അറാഫ് 147, അത്തൗബ 17, 67 മുതൽ 69 വരെ, ഹൂദ് 15, 16, അൽ കഹഫ് 104, 105, അന്നൂർ 39, അൽ ഫുർഖാൻ 23, അൽ അഹ്സാബ് 19, അസ്സുമർ 65, അൽ അഹ്കാഫ് 20 എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക. 2. തിന്മയുടെ ശിക്ഷ. തിന്മ എത്രത്തോളമുണ്ടോ അത്രത്തോളമാണ് നൽകപ്പെടുക. എന്നാൽ നന്മയുടെ പ്രതിഫലം മൂലപ്രവൃത്തിയേക്കാൾ കൂടുതൽ നൽകുന്നതാണ്. എന്നല്ല, ചിലയിടത്ത് ഓരോ നന്മയ്ക്കും 10 ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ചിലയിടത്ത് അള്ളാഹു അവനിച്ഛിക്കുന്ന പോലെ നന്മയുടെ പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകുമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ ബഖറ 261, അൽ അൻആം 160, യൂനുസ് 26, 27, അന്നൂർ 38, അൽ ഖസ്വസ് 84, സബ 37, അൽ മുഅ്മിൻ 40 എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക. 3. സത്യവിശ്വാസി മഹാപാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ അയാളുടെ നിസ്സാര കുറ്റങ്ങൾ പൊറുക്കപ്പെടും. കൂടുതൽ വിശദീകരണത്തിന് സൂറ അൻ-നിസാ 31, അശൂറ 37, അൻ-നജ്മ് 32 എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക. 4. സച്ചരിതനായ വിശ്വാസി ലഘുവായി വിചാരണ ചെയ്യപ്പെടും. അയാളുടെ തെറ്റുകളോട് വിട്ടുവീഴ്ച അനുവർത്തിക്കപ്പെടുകയും അയാളുടെ വിശിഷ്ട കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ അൻകബൂത്ത് 7, അസ്സുമർ 35, അൽ അഹ്കാഫ് 16, അൽ ഇൻഷിഖാഖ് 8 എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക. ഇക്കാര്യം ഹദീസുകളും വ്യക്തമാക്കി തരുന്നുണ്ട്. അന്ത്യനാളിലെ ലഘുവിചാരണയെയും രൂക്ഷവിചാരണയെയും വിശദീകരിച്ചുകൊണ്ടുള്ള നബിവചനങ്ങൾ ഇതിനു മുമ്പ് സൂറ അൽ ഇൻഷിഖാഖിന്റെ വ്യാഖ്യാനത്തിൽ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറ അൽ ഇൻഷിഖാഖ് 8-ാം സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക. ഇബ്നു ജരീറും ഇബ്നു അബി ഹാത്തിമും ഔസത്തിൽ തബ്രാനിയും ഷുഅബുൽ ഈമാനിൽ ബൈഹഖിയും ഇബ്നുൽ മുൻദിറും ഹാക്കിമും ഇബ്നു മർദവഹിയും അബ്ദു ബിൻ ഹുമൈദും അനസിൽ നിന്നുദ്ധരിക്കുന്നു. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തിരുമേനിയുമൊത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സൂക്തം അവതരിച്ചത്. അബൂബക്കർ ഭക്ഷണത്തിൽ നിന്ന് കൈവലിച്ചുകൊണ്ട് നബി തിരുമേനിയോട് ചോദിച്ചു, തിരുദൂതരെ, എന്നിൽ നിന്നുണ്ടായിട്ടുള്ള അണു അളവ് തിന്മയുടെ ഫലവും ഞാൻ കാണുമെന്നും. തിരുമേനി പറഞ്ഞു, അബൂബക്കർ, ഈ ലോകത്ത് താങ്കൾ കരോചകമായി അനുഭവപ്പെട്ടിട്ടുള്ള ഏതു കാര്യവും താങ്കളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ആ അണു അളവ് തിന്മയ്ക്ക് പകരമാകുന്നു. താങ്കളിൽ നിന്നുണ്ടായിട്ടുള്ള നന്മകളാവട്ടെ അള്ളാഹു പരലോകത്ത് താങ്കൾക്കു വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നു. ഈ സൂക്തം സംബന്ധിച്ച് നബി തിരുമേനി പ്രസ്താവിച്ചതായി അബൂ അയ്യൂബ് അൽ അൻസാരിയിൽ നിന്ന് ഇബ്നു മർദവഹി ഉദ്ധരിക്കുന്നു. നിങ്ങളിൽ നിന്നൊരുവൻ നന്മ പ്രവർത്തിച്ചാൽ അതിന് പ്രതിഫലം പരലോകത്തിലാണ്. ഒരുവൻ വല്ല തിന്മയും പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ ആപത്തുകളുടെയും രോഗങ്ങളുടെയും രൂപത്തിൽ ഈ ലോകത്ത് വെച്ചു തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ സൂക്തം മനുഷ്യനോട് ഉണർത്തുന്ന അതിപ്രധാനമായ ഒരു യാഥാർത്ഥ്യം ഇതാണ്: നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എത്ര തന്നെ നിസ്സാരമായിരുന്നാലും അവയോരോന്നിനും അതിന്റേതായ തൂക്കവും മൂല്യവുമുണ്ട്. തിന്മയുടെ സ്ഥിതിയും ഇതുതന്നെ. നിസ്സാരമായ തിന്മയും കണക്കിൽപ്പെടുക തന്നെ ചെയ്യും. അവഗണിക്കപ്പെടുന്നതായി യാതൊന്നുമില്ല. അതുകൊണ്ട് ഒരു ചെറിയ നന്മയെയും നിസ്സാരമായി കണക്കാക്കി തള്ളിക്കളഞ്ഞുകൂടാ. എന്തുകൊണ്ടെന്നാൽ അത്തരം ചെറു നന്മകൾ ചേർന്ന് അള്ളാഹുവിങ്കൽ നിങ്ങളുടെ പേരിൽ ഒരു മഹാനന്മയായി സ്ഥിരപ്പെടാം. ഒരു ചെറിയ തിന്മയും നിസ്സാരമെന്ന് കരുതി ചെയ്തു പോകുകയുമരുത്. എന്തുകൊണ്ടെന്നാൽ അത്തരം നിരവധി ചെറിയ തിന്മകൾ കൂടിച്ചേർന്ന് അള്ളാഹുവിങ്കൽ നിങ്ങളുടെ പേരിൽ തിന്മയുടെ ഒരു മഹാകൂമ്പാരമായി ഉയർന്നു വരാം. ഇക്കാര്യം നബി തിരുമേനി പല ഹദീസുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുമേനി പ്രസ്താവിച്ചതായി അദിയ്യുബ്നു ഹാത്തിമിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. ഒരു തുണ്ട് കാരയ്ക്ക ദാനം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു നല്ല വാക്കുരിയാടുന്നതിലൂടെ പോലും നിങ്ങൾ നരകത്തിൽ നിന്ന് മോചനം നേടിക്കൊള്ളുക. അദിയിൽ നിന്നു തന്നെ ഇപ്രകാരം ഒരു തിരുവചനവും സാധുവായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു: ഒരു സൽക്കർമ്മത്തെയും നിസ്സാരമായി ഗണിക്കരുത്. അത് വെള്ളം ചോദിച്ചവന്റെ പാത്രത്തിൽ ഒരു കോരി വെള്ളമൊഴിച്ചു കൊടുക്കുന്നതോ തന്റെ സഹോദരനെ പ്രസന്നവദനത്തോടെ അഭിമുഖീകരിക്കുന്നതോ ആയിരുന്നാൽ പോലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വനിതകളോട് ഉപദേശിച്ചതായി അബൂ ഹുറൈറയിൽ നിന്ന് ബുഖാരി ഉദ്ധരിക്കുന്നു: മുസ്ലിം വനിതകളെ, ഒരയൽക്കാരി തന്റെ അയൽക്കാരിക്ക് വല്ലതും കൊടുത്തയക്കുന്നത് നിസ്സാരമായി കരുതരുത്. അതൊരു ആട്ടിൻ കുളമ്പായാൽ പോലും.
തിരുമേനി പറയാറുണ്ടായിരുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മുസ്നദ് അഹ്മദും നസായിയും ഇബ്നു മാജയും ഉദ്ധരിക്കുന്നു. ഓ ആയിഷ, നിസ്സാരമെന്ന് കരുതപ്പെടുന്ന കുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലാഹുവിങ്കൽ അവയും ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. തിരുമേനി പ്രസ്താവിച്ചതായി അബ്ദുല്ലാഹിബ്നു മസ്ഊദിൽ നിന്ന് മുസ്നദ് അഹ്മദ് നിവേദനം ചെയ്യുന്നു. ചെറുപാപങ്ങൾ വർജിക്കാൻ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അവയെല്ലാം മനുഷ്യന്റെ മീതെ കൂട്ടം കൂടുകയും അങ്ങനെ അവനെ നശിപ്പിക്കുകയും ചെയ്യും. വൻപാപങ്ങളും ചെറുപാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സൂറ അൻ-നിസാ 31, അൻ-നജ്മ് 32 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക.